ഇവരോട് മോശമായിട്ട് പെരുമാറിയത് ഇവർക്കറിയില്ലേ? അത് കൊള്ളാലോ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നീ ഒന്ന്. താൻ എസ് പിയോട് സംസാരിച്ചതല്ലേ? ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങോട്ട് മാറിക്ക്. മേഡം, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങളുടെ അയൽവാസിയെ നിങ്ങളുടെ ഭർത്താവ് അയാളുടെ വീട്ടിൽ കയറി തല്ലിയത്? ആണെങ്കിൽ അതിൻ്റെ കാര്യം എന്താ? സാറേ, സാറിൻ്റെ ഭാര്യയോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയ ഭാര്യയുടെ പെർമിഷൻ എടുത്തിട്ടാണ് സാർ പോയി ചോദിക്കുന്നത്. ഇയാളെ കൊണ്ടോടെ ചൊറിഞ്ഞോണ്ട് വരുന്നത്? മര്യാദയ്ക്ക് ഇതിലെ പിടിച്ച് ഞാൻ അകത്തിട്ട് പറഞ്ഞേക്കാം സാറേ. അല്ല പിന്നെ അങ്ങോട്ട് നിൽക്കേ. ഇരിക്കേ. മേഡത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വെള്ള പേപ്പർ എങ്ങനെ എഴുതി തന്നാൽ മതി. ഇല്ലെങ്കിൽ അയൽക്കാരൻ്റെ പരാതിയിൽ ഹസ്ബൻഡ് റിമാൻഡിലാവും. ജാമ്യം പോലും കിട്ടുകയില്ല. സാറേ, പരാതി ഉണ്ട് സാറേ. സാറേ, സാർ ഇതൊന്ന് കേട്ടിട്ട് എങ്ങനെ പരാതി എഴുതണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇതാ ശരിക്കും നടന്ന സംഭവം. പറയടാ, ആയിത്തേട്ടനാടാ. പ്രിയ അങ്ങോട്ട് വന്നു. ആ, അവളിപ്പോ അങ്ങോട്ട് കയറി പോകുന്നുണ്ടല്ലോ. ചേട്ടാ, ചേട്ടന്റെ ഭാര്യയുടെ അടുത്ത് പറയണം എനിക്ക് ഭ്രാന്തില്ലാന്ന്. ഇതാ അല്ല, ചേട്ടന്റെ ഭാര്യ പറയാണ് പ്രിയയുടെ അടുത്ത് എന്നെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യാൻ. ആര്? ധന്യോ? ആ, സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് ഇപ്പൊ കിച്ചണിൽ കയറി. അവിടെ ചർച്ച എന്നെ കുറിച്ചായിരിക്കും. എടാ, ഈ ആയിത്തേട്ടന് അടുക്കളപ്പുറത്ത് പോയി പെണ്ണുങ്ങളുടെ വർത്താനം കേൾക്കാൻ താല്പര്യമില്ല എന്ന് നിനക്കറിയില്ലേ? നിനക്ക് എത്ര സംശയമാണെങ്കിൽ നീ വന്നു കേട്ടോ. ചേട്ടാ, എനിക്കാരെ സംശയമില്ല. ഞാൻ ഒരു സംശയരോഗിയല്ല. എന്റെ ഭാര്യ നിന്റെ ഭാര്യയെ ഉപദേശിക്കുന്നു എന്നുള്ളത് നിന്റെ സംശയമല്ലേ? സംശയമല്ല, അതിനുള്ള തെളിവാണ്. ചേട്ടൻ ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്ക്. എനിക്ക് വീട്ടിൽ കയറിയ ഒരു മനസ്സമാനവും ഇല്ല. ചേട്ടന്റെ ഭാര്യയുടെ ഉപദേശം കേട്ട് അവള് ഫുൾ ടൈം എന്റെ തോളി കയറുക. നീ ഫോൺ കട്ട് ചെയ്യണ്ട. നിന്റെ ആ സംശയം ഞാൻ മാറ്റിത്തരാം.